തിരുവചന പ്രദീപത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രാർത്ഥന കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകരാണ്. അതിനുള്ള മറുപടിയാണ് ഈ വാക്യത്തിലുള്ളത്. നാം പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ആരാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനമാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഇതിൽ നിന്നും ദൈവേഷ്ടം ചെയ്യുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് വ്യക്തം. ഇന്ന് ദുർമാർഗത്തിൽ ജീവിക്കുന്നവരും മദ്യപിക്കുന്നവരും മോഷ്ടിക്കുന്നവരും കൊലപാതകികളും എല്ലാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തുന്നില്ല. യാക്കോബ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. അതിന് തിരുവചനത്തിൽ കൂടി പല ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് ഏലിയാവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചപ്പോൾ അവൻ തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ ആയുസ്സിനെ 15 വർഷം ദീർഘമാക്കി കൊടുത്തു. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ മാതൃക നമ്മുടെ കർത്താവിൽ നമുക്ക് ദർശിക്കാം. അവൻ അതികാലത്ത് എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. തനിക്ക് നേരിടുവാൻ പോകുന്ന ഭയങ്കരമായ ക്രൂശുമരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. പ്രാർത്ഥനയിൽ തൻ്റെ വ്യക്തിപരമായ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം തന്നെ നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാൽ മല പോലെയുള്ള പ്രതിസന്ധികളെയും മറികടക്കുവാൻ കഴിയുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. അത് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുവാനും സിംഹങ്ങളുടെ വായടയ്ക്കുവാനും തീയുടെ ബലം കെടുത്തുവാനും കഴിവുള്ളതാണ്. കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്. പ്രാർത്ഥനയാൽ ദേശത്ത് വരുവാനിരുന്ന ന്യായവിധി നീങ്ങിപ്പോയ ചരിത്രവും തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം ദൈവജനം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ടുഴലുന്ന മനുഷ്യർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ എവിടെ സമയം? പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദൈവശക്തിയില്ലാത്ത ജീവിതമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവസമ്പർക്കം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നുവെന്ന് 34-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. പ്രാർത്ഥനയാൽ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ അഭിമുഖീകരിക്കുവാൻ ശക്തി ലഭിക്കുന്നു. പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നു. പിശാചിൻ്റെ പോരാട്ടങ്ങളിൽ വിജയം വരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാനും ആശ്വാസം പ്രാപിപ്പാനും ഇടയാകും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ചറിയുവാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കുള്ള പ്രയോജനങ്ങൾ വളരെയാണ്. എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്നവർ ഇനിയും ആ ചോദ്യം ചോദിക്കുകയില്ല എന്ന് കരുതട്ടെ. പ്രാർത്ഥനയാൽ ദൈവസാമീപ്യം അടുത്തറിയുവാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഏറ്റവും വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തോട് അടുത്തിയല്ല, പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപവും ദൈവസമ്പർക്കത്തോടുള്ള അകലവുമാണ് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരാകാം. മടുത്തുപോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വരുന്നു. ആകയാൽ ദൈവമുഖം അന്വേഷിക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവിടുത്തെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം.
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുത്തെ ചെവി തുറന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും ഞങ്ങൾക്ക് ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാനും നിത്യം ദൈവവുമായിട്ടുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലായിരിക്കാനും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥിക്കാതിരിക്കുന്നവർ പാപം ചെയ്തത് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാനും ദൈവ സാമീപ്യം അനുഭവിച്ചറിയുവാനും അതേസമയം പ്രാർത്ഥിക്കുന്നവർ കൂടുതൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തുവാനും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.